ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മഴക്കാലത്ത് നമ്മൾ അടുക്കള വേസ്റ്റ് വെച്ച് നമ്മൾ കമ്പോസ്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് ചീച്ചോ അല്ലെങ്കിൽ ചുവട്ടിലിട്ട് കൊടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു മഴ സമയത്തായതുകൊണ്ട്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വളവും ആവും, അതേപോലെ തന്നെ നല്ല നനവും കിട്ടും. നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ വെള്ളത്തിനൊക്കെ ക്ഷാമമുള്ളവർ നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം അതേപോലെ അരി കഴുകുന്ന വെള്ളമൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ട് ചീച്ച് നമ്മൾ സാധാരണ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് കണ്ടോ, ഇത് കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റുകളും കൂടി നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു അരിപ്പ പാത്രം എടുത്തിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ വേസ്റ്റുകളെല്ലാം ഈ അരിപ്പയിൽ തങ്ങിയിരിക്കും. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മളിത് പച്ചക്കറികൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇത് കോരി പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും ചീഞ്ഞിട്ട് പുഴുക്കളൊക്കെ വന്ന് നമ്മുടെ ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ അരിച്ചു കൊടുക്കണം. അപ്പോൾ അരിച്ചു കൊടുക്കാതെ എങ്ങനെ നമുക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ ഇതേപോലെ സ്ലറി രൂപത്തിലാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ പച്ച നെറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഈ കടകളിലൊക്കെ സവാള വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചുവന്ന കളറ് ചാക്ക്, സഞ്ചി പോലത്തെയൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ചാക്ക് കിട്ടാറുണ്ട്. അതാണെന്നുണ്ടെങ്കിലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റുകൾ, ഇതിപ്പോൾ 2 ദിവസത്തെ പച്ചക്കറി വേസ്റ്റാണ്. ഇപ്പോൾ 2-3 ദിവസത്തെ പച്ചക്കറി വേസ്റ്റുകൾ ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു നെറ്റിൻ്റെ അകത്തോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ തരം പച്ചക്കറി വേസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ, ഇതിപ്പോൾ 3 ദിവസത്തെ പച്ചക്കറി വേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് കെട്ടിക്കൊടുക്കണം. ഒത്തിരി ടൈറ്റായിട്ട് കെട്ടരുത്, ലൂസായിട്ട് വേണം നമുക്കിത് കെട്ടിക്കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ വെച്ചേക്കും തോറും ഇത് കണ്ടോ, ഇതിന്ന് ചെറിയതായിട്ട് സ്ലറി ഒഴുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ദിവസത്തെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പച്ചക്കറി വേസ്റ്റ് ചെയ്യുന്ന കുറച്ച് വെള്ളമൊക്കെ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിതൊന്ന് ലൂസായിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മൾ ലൂസായിട്ട് കെട്ടിക്കൊടുക്കണേ, ടൈറ്റായിട്ട് ഒരിക്കലും കെട്ടിക്കൊടുക്കരുത്. എന്നിട്ട് നമ്മളിതൊരു ബക്കറ്റിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ദിവസത്തെയും കഞ്ഞിവെള്ളം അതേപോലെ തന്നെ അരി കഴുകിയ വെള്ളം ഒക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ ആ ഇട്ട് കൊടുത്തിരിക്കുന്ന സഞ്ചി അല്ലെങ്കിൽ ആ കെട്ടുണ്ടല്ലോ, അതൊന്നും മുങ്ങി കിടക്കാൻ പാകത്തിന് ഇതേപോലെ നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ നമുക്കിത് പൊക്കിയെടുത്ത് മാറ്റിയിട്ട് സ്ലറി എല്ലാം വെള്ളത്തിലോട്ട് പോയിട്ടുണ്ടാവും, ഇതിൻ്റെ വളമായതെല്ലാം വെള്ളത്തിലോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമുക്കിത് അഴിച്ച് ഒന്നുകിൽ തെങ്ങിൻ്റെ കടക്കിലോ അല്ലെങ്കിൽ വാഴയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ലറി ഇത് ഇങ്ങനെ വരുന്നതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ വാഴയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പച്ചക്കറിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് പാത്രങ്ങളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുന്ന ഈ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള സ്ലറി ഇതേപോലെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് പച്ചക്കറിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് എല്ലാ തരം പച്ചക്കറികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇന്ന പച്ചക്കറി എന്നൊന്നുമില്ല, എല്ലാ ടൈപ്പ് പച്ചക്കറിയുടെ ചുവട്ടിലും നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ്. നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇടുന്നത് പോലെ നല്ലൊരു NPK വളമാണ് ഇതേപോലെ നമ്മൾ സ്ലറി ആക്കി ഒഴിക്കുന്നത്. ഇതിൽ കഞ്ഞിവെള്ളം ഞാൻ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഒഴിക്കും, അതേപോലെ തന്നെ അരി കഴുകുന്ന വെള്ളവും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് ഒരാഴ്ച വെച്ചേക്കും. അതിനുശേഷം ഈ വെള്ളം എടുത്ത് നേരെ ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ മഴയില്ലാത്ത സമയത്ത് ചെയ്തു കൊടുക്കാം. മഴയുള്ള സമയത്ത് നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റാക്കി തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്